അത് മുത്തേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. എല്ല് പെട്ടെന്ന് സെറ്റാവാൻ നാടൻ മുട്ട വാട്ടി കുടിക്കണം എന്ന് പറയുന്നുണ്ട്. ആണോ? നോക്കാം. അൻവി ഹായ് പറയുന്നുണ്ട്. സുന്ദര ജയേഷ് പ്രോ എന്ന് പറയുന്നുണ്ട്. ആദ്യ സുന്ദര എന്ന് വിളിക്കുന്നുണ്ട്. ഹരി ചെമ്പർത്തി എന്ന് വിളിക്കുന്നുണ്ട്. പട ആദി ചേച്ചി കാലിന് എന്ത് പറ്റിയെന്ന് വിളിക്കുന്നുണ്ട്. എന്താ പറ്റിയേ? ഒന്ന് വീണതാണടാ. എന്താ തപ്പുന്ന പൈസയാണോ? 10-20 നോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചിട്ട് കൊണ്ട് പോവുകയാണോ? ആദിദേവ സുഖമാണോ? വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ എന്ന് വെക്കുന്നുണ്ട്. ജോലിയില്ലേ? ഇന്ന് എങ്ങനെ പോകുന്നു? സുഖമാണോ? ഞാൻ സ്റ്റെപ്പിൽ നിന്നൊന്നും വീണതാന്നേ. സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വെയിലത്തുനിന്ന് കയറി വന്നു. അപ്പോൾ തിരിച്ച് ഇറങ്ങിയപ്പം കണ്ണിലിരുട്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് കാണാതെ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പം മടങ്ങി അങ്ങ് വീണു. അങ്ങനെ 3 പൊട്ടലുണ്ട്. ആദ്യ ദിവസം സുഖമാണോ? വീട്ടിലെല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഹാപ്പി അല്ലേ? ഇന്ന് ജോലി എങ്ങനെ പോകുന്നു? സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് അൻവി. താങ്ക് യു കേട്ടോ. വന്ന് സപ്പോർട്ട് ഒരുപാട് സ്നേഹം കേട്ടോ. ഏത്തക്കായ മുട്ടയും ദിവസവും കഴിക്കുക എന്ന് പറയുന്നുണ്ട്. ഫെസ്റ്റ് അത് നോക്കാം. വാട്ടി കഴിക്കണം ബുദ്ധിമുട്ടാണ്. അതും എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി വേദനയായിരുന്നു. ചെമ്പു ആദിദേവാന്ന് വിളിക്കുന്നുണ്ട്. അൻവീന്ന് വിളിക്കുന്നുണ്ട്. ഫെസ്റ്റ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത് ചൊറിച്ചിലാണെന്നേ. ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്താനും പറ്റത്തില്ലല്ലോ. എനിക്ക് ദേഷ്യം വരും ചൊറിയുമ്പോൾ. ജയേഷ് ചേട്ടൻ ബ്രോ എന്തുണ്ട് വിശേഷം എന്ന് വിളിക്കുന്നുണ്ട്. സുന്ദര പോയി വരാം, ബിസിയാണ്, ജോബ് ടൈം സോറി എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല ഹരിയെ, ഓക്കെ പിന്നെ വരാട്ടോ എന്ന് ഫെസ്റ്റ് പറയുന്നുണ്ട്. ഫെസ്റ്റ് ഇന്നലെ എന്നെ കൂട്ടാക്കിയതല്ലേ, കമൻ്റ് ഒന്നും കണ്ടില്ല, തിരികെ വരാമെന്ന് പറയുന്നുണ്ട് അൻവി. പടപൊരുതാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ചെമ്പരത്തി. അൻവീന്ന് വിളിക്കുന്നുണ്ട്. പാപ്പി എന്തായിരുന്നു കരയുന്നേ? മുത്തേ, ഞാൻ പറഞ്ഞു കാല് കാണിക്കില്ലേ, കണ്ണേറ് കിട്ടുമെന്ന്. ഞാൻ ഉമ്മനെ കാണിച്ചു കൊടുത്താന്നേ. പട അൻവി ഹായ് പറയുന്നുണ്ട്. കാത്തു എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പിയാണ്, ജോലി സുഖമായിരിക്കും പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുവരെ കൂട്ട് 300 ആയിട്ടില്ല. അത് തന്നെ, അനൂപിന് ഇതുവരെ 300 ആയിട്ടില്ലേ? ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിട്ടും അതെന്ത് പരിപാടിയാന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. പടം ഒന്ന് കൂട്ടാക്കണേ, അനൂപിനൊന്ന് കൂട്ടാക്കണേ, എല്ലാവരും കൂട്ടാക്കണേ. നിങ്ങൾക്കൊക്കെ ബ്ലൂ തന്നെ എന്തിനാ? കൂട്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് പട പറയുന്നുണ്ട്. അതെ അനുഷേ, പെട്ടെന്ന് സുഖമാകട്ടെ. അനുഷിനും പെട്ടെന്ന് ഹെൽത്തൊക്കെ ഓക്കെ ആകട്ടെ. സുന്ദര നല്ല വിശേഷം എന്ന് ആദ്യം പറയുന്നുണ്ട്. ആദിദേവ് എല്ലാവരും എപ്പോഴും സുഖമായി ഇരിക്കട്ടെ, ജോലി സുഖമായി പോകട്ടെ എന്ന് കാത്തൂസ് പറയുന്നുണ്ട്. ആദിദേവ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പാപ്പി പിന്നെയും കരച്ചിലാണല്ലോ. 100 ഹായ് പറയുന്നുണ്ട്. കാത്തു അതെ അങ്ങനെ പോകട്ടെ എന്ന് ആദ്യം പറയുന്നുണ്ട്. അൻവി ചെമ്പത്തി എന്ന് വിളിക്കുന്നുണ്ട്. ചെമ്പത്തി ആദർശ് എന്ന് വിളിക്കുന്നുണ്ട്. ആദിദേവ് ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്നുണ്ട്. ഹായ് പടാന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് നടക്കും മോളെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആസ്മ ഉമ്മ. അവനൊന്ന് പറ്റി എൻ്റെ ഉമ്മ ഒന്നും പറയാതിരിക്കുക ഭേദം. ചെമ്പരത്തി കുയി എന്ന് പറയുന്നുണ്ട്. നവഫൽ 39 എന്ന് പറയുന്നത്. കുട്ടികൾ എന്ത് ചെയ്യും ഇത്രയും ദിവസം വയ്ക്കുന്നുണ്ട്. കുട്ടികൾ എന്നെ നോക്കിയിരിക്കട്ടെ എന്നേ. ഞാൻ ഇത്രയും നാളും കുട്ടികളെ നോക്കിയില്ലേ, ഇനി കുട്ടികൾ എന്നെ നോക്കട്ടെ. എല്ലാവർക്കെ ഹാപ്പിയായി പോകട്ടെ കാത്തു എന്ന് ആദ്യം പറയുന്നുണ്ട്. ആർക്കാണ് വീഴുന്നത് പറ്റിയത് എന്ന് വയ്ക്കുന്നുണ്ട്. എനിക്കാണ് അമ്മ. ആദിദേവ് സന്തോഷം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അൻവി സ്പാമായി കാണും, ഇപ്പോൾ ലോങ് വീഡിയോ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഫെസ്റ്റ്. അൻവി ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ ഫെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ലൈക്ക് അടിക്കുന്നില്ല ആതിര ചേച്ചി എന്ന് പറയുന്നുണ്ട്. അതെന്ത് പറ്റി ചെമ്പുവേ? എനിവേ വന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നല്ലോ. ഒരുപാട് സന്തോഷം ചെമ്പുവേ. 100 അൻവി ഹായ് പറയുന്നുണ്ട്. അത് മുത്തി അടുക്കള ജോലി ആരാ ഇപ്പോൾ ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് അമ്മ വരുന്നുണ്ട്, പിന്നെ ഹസിൻ്റെ അമ്മ വരുന്നുണ്ട്, പിന്നെ ഹസ് ചെയ്യുന്നുണ്ട്, പിന്നെ മക്കളും കൊടുത്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഉണ്ട്. ആർക്കെ ക്രൂരിയായ അമ്മ എന്ന് പറയുന്നുണ്ട്.